ഗൈസ്, എൻ്റെ പുതിയൊരുക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കളിക്കുമ്പോൾ ഇത് മൈൻക്രാഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ അന്നത്തെ നമ്മളുടെ ഒരു വേൾഡ് ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെന്ന് പറയണമെങ്കിൽ ആകെ കോളായി. അപ്പോൾ നമുക്ക് പുതിയൊരു വേൾഡ് ഉണ്ടാക്കണം കേട്ടോ ഗൈസ്. ഓക്കെ, സർവൈവലിൽ തന്നെ അഡ്വാൻസിൽ പോയിട്ട് എനിക്ക് പക്ഷേ വേറെ സീഡാണ് അടിക്കാൻ കൊടുക്കേണ്ടത്. 6-1 അല്ല 6-1 ക്യൂവായി 0 അടിക്കാം 8 7. ഓക്കെ, ഇനി കുറച്ച് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ബോണസ് ചെസ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് കീപ്പ് ഇൻവെർട്ടറി ആക്കാം, എന്നാലാണ് സെറ്റാവുള്ളൂ. ഡെസ്ക്ടോപ്പ് ഡിവൈസ് വേണ്ട നമ്മൾ ഗൈസ്. അപ്പോൾ പൊളിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സീനാക്കണം. നല്ലൊരു അടിപൊളി വേൾഡാണ് നമ്മൾ ഉണ്ടാക്കിയതിൽ വെച്ച് എൻ്റെ സർവൈവലിലത്തെ ഏറ്റവും അടിപൊളി ഇതാണ്. ഓക്കെ ഗൈസിനെ വലിയ ഹീറോ ബൈനെ കണ്ടിച്ച് എൻ്റെ പറയുന്നത് ഞാൻ അപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കും. ഹീറോ ബൈനൊന്നും കാണില്ലേ, ഞാനത് തോന്നിയ ഇതടിക്കാൻ അങ്ങനെയൊന്നും വരത്തില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, അയ്യോ ഞാൻ എങ്ങോട്ടും മരം കടന്ന് പോകുന്നു. ഓക്കെ, ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇതുണ്ടാക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് ഗൈസ് നമ്മൾ കളി തന്നെ തുടങ്ങുന്നത്. ആനിമേഷനും ഗ്രാഫിക്സൊക്കെ മാറ്റാൻ ടീച്ചർ നന്നായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനിത് കുറച്ച് ഇതുണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ സെക്കൻഡ് പരിപാടി എല്ലാവർക്കും അറിയില്ല. നേരത്തെ വീഡിയോയിൽ അന്നാൾ ഞാൻ ഉണ്ടാക്കിയ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരും മീൻസ് പരമാവധി ഗൈസ് യൂസ് ചെയ്യുന്നില്ലല്ലോ, യൂസ് പറയുന്നില്ല ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും മരങ്ങളൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ട് പോകും. ഇപ്രാവശ്യം ഈ ഒരു വേൾഡ് അടിപൊളിയാക്കണം, എല്ലാവരാണ് സെറ്റാണ്. വീഡിയോസൊക്കെ കാണാൻ നോക്കി. നമുക്ക് ഈ ഓക്കെ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വേണ്ടത് സ്റ്റോണാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം സ്റ്റോൺ ഇല്ലാണ്ട് മൈൻക്രാഫ്റ്റിൽ ഒരു ഇതും പറ്റില്ലാന്ന്. ഓക്കെ, നമ്മളിങ്ങനെയൊക്കെ നീന്താം. അയ്യോ ഡ്രോണർ ഗൈസ്, ഡ്രോണറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തുടക്കം തന്നെ ഡ്രോണറിനെ കണ്ടുവച്ചാൽ ബാക്കിൽ എന്താവും എന്തോ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണൊക്കെ ഇങ്ങോട്ട് കുഴിച്ചിട്ട് മൈനയും തുടങ്ങും നമ്മുടെ ആ കല്ലിന്. അതോടൊപ്പം നമുക്ക് കുറച്ച് ഒക്കെ കിട്ടി, സംഭവം നമ്മൾ തിരഞ്ഞത് കിട്ടി. ഓ പിന്നെ ഞാൻ അയ്യോ എടാ മോനെ ദിനേശ, ഓ ഇത് നിങ്ങൾത്തെ ഒരു പവറുള്ള കാരണം ഇത് മനുഷ്യനെ പേടിപ്പിക്കാം. ഒറ്റ ഇതുണ്ടായത് ഇവിടെ നമ്മൾ തേടി വന്നതിൻ്റെ ഇവിടെ ഇഷ്ടം പോലെ കിടക്കാം. അമ്മച്ചേ വുഡൻ പിക്കാക്സ്, അതിനെ കൊല്ലാൻ പറ്റിച്ചാൽ നന്നായിരുന്നു. നമ്മളുടെ കയ്യിലാണ് അതിൻ്റേതായിട്ടുള്ള ഒന്നുമില്ല. അതിൻ്റെ അടുത്തേക്ക് പോയിച്ചാൽ ഏറ്റവും ആദ്യം ചാവുന്നത് അണ്ടർമാൻ്റെ സൈഡിൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് ടെലിപ്പോർട്ടിങ് അല്ല, സത്യം പറഞ്ഞാൽ എൻട്രയാണ്.
അതിൻ്റെ പവറല്ലേ. ഇല്ലെങ്കിൽ അതിനൊക്കെ നമ്മളിട്ട് കൊന്നാറേ. നമ്മളെന്തായാലും ഇത്രക്കൊക്കെ മൈനത് 23,004 ഉണ്ടല്ലേ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് പരിപാടിയും പരമാവധി എല്ലാവരും ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊന്നും ഇവിടെ വിൽക്കാൻ സമ്മതിക്കും. ഓക്കെ ഓക്കെ, ഇതുകൊണ്ടാണ് വെച്ച്. ഓ, എൻ്റെ കയ്യിൽ സ്റ്റിക്സ് ഇല്ല. ഇനി ഏതാ ഒരു ആക്സ്, ഒരു പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കിയത്. ബസ്സിന് നമ്മളെ ഇനി നമ്മളങ്ങോട്ട്. ഓ, എൻ്റെ കടക്ക വേണമല്ലേ. പിന്നെ ഫുഡും എന്തായാലും വേണം. ആ, XP അങ്ങോട്ട് കയറട്ടെ. XP ഒക്കെ കയറട്ടെ. നല്ല സിമ്പിളായിട്ട് നമുക്കിപ്പോൾ മരം മുറിക്കാൻ കഴിയും. നല്ല സിമ്പിൾ പറയും, നല്ല സിമ്പിൾ മരം മുറിക്കാം. നമുക്കാണെങ്കിൽ തണ്ണീർമത്തൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നാട്ടുകാർ ജീവിക്കുക തന്നെ. പിന്നെ നമുക്ക് വേറെ ഇവിടൊക്കെ പോകണം. ആ, നമ്മുടെ അടുത്ത കടക്കൊക്കെയുള്ളത് കിട്ടി. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരെണ്ണത്തിന് കൂടി വേണ്ടു. ഒരു ഇടിക്ക് 2 വെച്ച് ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ കടക്കൊക്കെ സിമ്പിളുണ്ടോ. ഏതൊരു സ്ഥലം, വേറൊരു കാട്ടുമുക്കാണ് ഇത്. കുറച്ച് കേസ് ഉണ്ട് എന്നൊക്കെ മൈൻക്രാഫ്റ്റുകാർ പറഞ്ഞത്. മോഞ്ചോ മൈൻക്രാഫ്റ്റ് മോഞ്ചോ. ആ, ഇത് മരയില്ലേ. ഗൈസ്, പന്നിക്കുട്ട ഹരോഹര. ഗൈസ്, നമുക്കെല്ലാത്തിനും ഇങ്ങോട്ട് ട്രാൻസ്പാരൻ്റ് അല്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈ വാക്കും മറന്നു. നമുക്ക് ട്രാൻസിഷൻ ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് കടക്കൊക്കെയുള്ളത് കിട്ടിയിട്ടുണ്ട്. ആ കടക്കൊക്കെയുള്ളത് കിട്ടിയില്ലേ, പിന്നെ ഇപ്പം എന്താ നമുക്ക് കടക്ക ക്രാഫ്റ്റ് ചെയ്യാം. എവിടെ കടക്ക? ഇത് റിയൽ ലൈഫിലൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കടക്കുണ്ടാക്കി വെച്ചാൽ ഒരു പലകുണ്ടാവും. അതിൻ്റെ മേലെ ചെമ്മരിയാടിൻ്റെ ഇത് വൈബൊന്നുമല്ല. കടക്കാൻ പറ്റില്ല. അല്ല, കടക്കാൻ പറ്റില്ല, പക്ഷെ നേരം പോലൊക്കെ പറ്റുമെന്ന് ആൾക്കാർ. ഫുഡ് കുറവാ. നല്ല സെറ്റ് വ്യൂ ആട്ടോ. ഇതിനൊക്കെ ചെന്തോന്നത് ജാതി ഇല്ല മോളെ. എന്നാ പൊട്ടിച്ചിട്ടാണ് ബാക്കിക്കാറ്. ഒക്കെ കയറിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ഒക്കെ കയറിയിട്ടുണ്ടാവണമെന്നില്ല. ഉണ്ട്, ഞാൻ 15 കയറിയിട്ടുള്ളൂ. ഒക്കെ കയറിയിട്ടില്ല. കളൊന്നും നിൽക്കണം. വെറുതെ
അതല്ല ഞാൻ സ്റ്റോണാക്സും പിടിച്ചിട്ടാ. കോഴിനൊക്കെ ഒരൊറ്റ വിട്ടാൽ മതി. ഗോമാത കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാത്തിൽ നിന്നും ഇങ്ങോട്ട് അടിച്ച് പൊട്ടിക്കണം കൈ. ഓ കറക്റ്റ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി ഗൈസ്. ഇയാൾ അവശനായി, സ്റ്റീവ് അവശനായി ഇരിക്കുന്നു ഗൈസ്. അതുകൊണ്ട് നമുക്ക് സ്റ്റീവിന് വേണ്ട ഫുഡൊക്കെ അടുപ്പിക്കണം. ഇയാൾക്കൊന്നും ചെയ്യാൻ വയ്യ. അമ്മേ ഇയാൾക്ക് തല കറങ്ങി അബോധാവസ്ഥയിലാവോ? നമ്മളെന്തായാലും മിക്കവാറും ചാവും ഗൈസ്. അങ്ങനെ വെച്ചാൽ നമ്മളുടെ ആകെ ഗൈസ് 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 രാത്രി ആവാറായി. മൂഞ്ചൽ കേസിനോട് കേസില്ലേ ഒന്ന് ഫുഡ് അപ്പോഴാണ് ഇയാൾക്ക് ഇത്തിരി ബോധം വന്നത്. ഇനി ഇയാൾ സെറ്റാവും ഗൈസ്. പിന്നെ ആകെ ഒരെണ്ണം കൂടി കൊണ്ട് ഗൈസ്, ഒരെണ്ണം കൂടി. അത് കഴിക്കുന്ന ആവശ്യം ഉണ്ടായിട്ടില്ല, പിന്നെ കഴിക്കാം ഗൈസ്. ഗൈസ് ഗൈസ് രാത്രിയായി. നമ്മൾ എന്തോന്ന് നോക്കിക്കാം ഗൈസ്. ഗൈസ് ആകെ ഒരെണ്ണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയ്യോ എൻ്റെ കടക്കെന്തേ? പേടിച്ച് ബാക്കിലൊന്നുമില്ല. സമാധാനായി ഗൈസ്. നമുക്ക് നമ്മുടെ യാത്ര അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേത് ഓരോ ദിവസമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞ മൈൻക്രാഫ്റ്റിലത്തെ. അപ്പോൾ ഇനി അടുത്ത മൈൻക്രാഫ്റ്റ് ഡേയുമായിട്ട് കാണാം. അപ്പോൾ ബൈ.